ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ വന്നിട്ടുള്ളത് സെറ്റ് എക്സാമിൻ്റെ സിലബസ് നോക്കാനായിട്ടാണ്. അപ്പോൾ സെറ്റ് എക്സാമിൽ നമുക്കറിയാം 2 പാർട്ടായിട്ടാണ്, പേപ്പർ 1ഉം പേപ്പർ 2. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ നോളേജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ 1 ആണ്. പേപ്പർ 2 നമ്മുടെ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് പേപ്പർ 1ലേക്ക് കിടക്കാം. പേപ്പർ 1 ടോട്ടലായിട്ട് 6 യൂണിറ്റാണുള്ളത്. അതിൽ യൂണിറ്റ് 2 4 മൊഡ്യൂളുണ്ട്. അതുപോലെ യൂണിറ്റ് 2 4 മൊഡ്യൂളുണ്ട്. യൂണിറ്റ് 3 8 മൊഡ്യൂളുണ്ട്. യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസും യൂണിറ്റ് 2 ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് ആണ് വരുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമുക്ക് വിചാരിക്കും, ചില കുട്ടികൾ വിചാരിക്കും, അയ്യോ എനിക്ക് ജനറൽ സ്റ്റഡീസ് അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമറൊന്നും വല്ലാതെ അറിയത്തില്ല, അതുപോലെ കറണ്ട് അഫെയേഴ്സിലൊന്നും വലിയ ഒരു അറിവുണ്ടാവില്ല, അത്രത്തോളം അറിവില്ലാത്തവരുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കും, ഇത്രയും 3 യൂണിറ്റ് അറിയാണ്ട് സെറ്റ് എക്സാം പാസ്സാവോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും പേടിക്കണ്ട. നമുക്ക് ഈ 3 യൂണിറ്റിലും നമ്മൾ പിന്നോട്ടാണെങ്കിലും നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് സ്കോർ ചെയ്യാനുള്ള അടിപൊളി യൂണിറ്റ് ബാക്കി 4 ഉണ്ട്. അപ്പോൾ ബാക്കി 3 യൂണിറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരും. നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് ഈ 3 യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായി പഠിച്ചാൽ തന്നെ കിട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൺലി 3 യൂണിറ്റ് നോക്കാണ്ട് കുറച്ച് നമുക്ക് പൊതുവെയുള്ള കറണ്ട് അഫെയറും ചെറുതായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവുക. ബാക്കി 3 യൂണിറ്റ് അടിപൊളിയായിട്ട് പഠിക്കുക. അതിൽ ടീച്ചിങ് മെത്തേഡ്സ് മൊഡ്യൂൾ 2 4th യൂണിറ്റിൽ വരുന്നതാണ് ടീച്ചിങ്. അതിൽ മൊഡ്യൂൾ 2 ടീച്ചിങ് മെത്തേഡ് ഞാൻ ഇതിലിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നോക്കി വെക്കുക. എന്നിട്ട് ഓരോ സിലബസും നോക്കി വെച്ച് ഓരോ ടോപ്പിക് കൊടുത്ത് പഠിച്ചു പോവുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജനുവരിയിലാണ് സെറ്റ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൽ ഈച്ച് ടോപ്പിക്ക് കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം ഈ ചാനൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ചാനൽ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ മൊഡ്യൂൾ 4 എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനാണ്. നമ്മൾ BEd പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ട് അതൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പാസ്സാകാനുള്ള മാർക്കൊക്കെ കിട്ടും. പിന്നെ സബ്ജക്റ്റിൻ്റെ പേപ്പർ 2ൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കുറച്ച് ടഫ് രൂപത്തിലാണ് ഇപ്പോഴത്തെ എക്സാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 23 ഒരു എക്സാം നടന്നു. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ആ എക്സാം പേപ്പർ നോക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് പേപ്പർ നോക്കുമ്പോൾ ഇപ്പോൾ ജനറൽ പേപ്പർ ആയാലും കുഴപ്പമില്ലാത്ത ഒരു മോഡറേറ്റ് മോഡാണ്. പിന്നെ പേപ്പർ 2 ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല
അടിപൊളി ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. കുറച്ച് ചെയ്യാനും കുറച്ച് ചിന്തിക്കാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് രൂപത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാര്യമായിട്ട് ചിന്തിക്കാനൊന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് ജസ്റ്റ് പഠിച്ചു പോയി അത് ബബിൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ പാറ്റേണിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേൺ ചേഞ്ച് വരുത്തിയ രീതിക്ക് മനസ്സിലാക്കി ഓരോന്നും പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ ഇപ്രാവശ്യത്തെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.